ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന രണ്ട് ബെസ്റ്റ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഗോൾഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫിസിക്കൽ ഗോൾഡായിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഗോൾഡായിട്ട് വാങ്ങിക്കാം. ഈ രണ്ടെണ്ണമാണ് മെയിൻലി ഫേമസ് ആയിട്ട് മിക്ക ആൾക്കാരും ചെയ്യാറുള്ള ഒരു സംഭവം. ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന് നമുക്ക് എക്സ്ട്രാ കുറച്ച് ചാർജുകളും സംഭവങ്ങളൊക്കെ വരും. പിന്നെ അത് സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് വേണ്ടി വരും. അങ്ങനെ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. എന്താ വെച്ചാൽ പക്ഷേ ഫിസിക്കൽ ഗോൾഡാണ് നമുക്ക് ഏറ്റവും എന്താ പറയുക, ഒരു ചിലവർക്കുണ്ടല്ലോ ശരിക്കും സാധനം കയ്യിൽ കാണണം, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഫിസിക്കൽ ഗോൾഡ് തന്നെ. പക്ഷെ അത് സ്റ്റോർ ചെയ്യാൻ ഭയങ്കര പറഞ്ഞു. പിന്നെ പോരാത്തിന് ഇപ്പൊ നല്ല തെഫ്റ്റും സംഭവങ്ങളൊക്കെ ആണല്ലോ, ബാങ്കിൽ വെച്ചാൽ പോലും സേഫ് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് ഇപ്പൊ തന്നെ ഡിജിറ്റൽ ഗോൾഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ ഗോൾഡിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് അതുമേ ബൈയിങ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ അതിൽ നമുക്ക് GST ചാർജസ് വേറെ വരുന്നുണ്ട്. GST ഇതിലും വരുന്നുണ്ട്, പക്ഷെ ഇതിലും വരുന്നുണ്ട് നമുക്ക് ചാർജസ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇപ്പൊ നമുക്ക് അത് സ്റ്റോർ ചെയ്യുന്നതിന് ചാർജസ് വാങ്ങിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ ഡിജിറ്റൽ ഗോൾഡിന്റെ സാധനം നമ്മുടെ ഇന്ത്യയിൽ ഒരു റെഗുലേറ്റർ ഇല്ലേന്. നമ്മുടെ ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സെബി ഉണ്ട്, ഇപ്പൊ ബാങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ RBI ഉണ്ട്. അങ്ങനെ ഒരു റെഗുലേറ്റർ ഈ ഡിജിറ്റൽ ഗോൾഡിൽ ഇല്ല. അപ്പോൾ കുറെ ആപ്പുകളും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ മെയിൻലി ഗുല്ലക്ക് എന്ന് പറഞ്ഞ ആപ്പാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാനത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 1 year ഇടും, അതിന് ശേഷം അത് ഫിസിക്കൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഈ ആപ്പുകളൊന്നും റെഗുലേറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു പോകും എന്നും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റിസ്ക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് ലോങ് ടേം ഒന്നും ഞാൻ ഇതുപോലെ ഡിജിറ്റൽ ഗോൾഡ് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ ബാങ്കിന്റെ ആപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. ആക്സിസ് ബാങ്കിന്റെ ആപ്പ് ആയിക്കോട്ടെ, അപ്പം മിക്ക എല്ലാ ബാങ്കിന്റെ ആപ്പിലും ഈ സംഭവം ഉണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. വെച്ചാൽ ബാങ്കിലാണല്ലോ കൊടുക്കുക, ബാങ്കിന്റെ ആപ്പിലാണല്ലോ സംഭവം വരുന്നത്. അപ്പോൾ പിന്നെ ആപ്പ് അടിച്ച് പോകുന്ന ഇഷ്യൂ ഇല്ല. പക്ഷേ നമുക്ക് ഈ രണ്ടെണ്ണം ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന രണ്ടെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ETF-ഉം അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടും തന്നെയാണ്. അതായത് ഗോൾഡ് ETF-ഉം ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും. ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. നമ്മുടെ സ്റ്റോക്ക് പോലെ തന്നെയാണ് സംഭവം. ഞാൻ ആക്ച്വലി ചെയ്യുന്നുണ്ട്. ടാറ്റയുടെ ഞാൻ റീസെന്റ് ഒരു പുതിയൊരു ETF ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ ശരിക്കും നമ്മുടെ ETF-ന്റെ കാര്യം പറയുന്നത്, നമുക്ക് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 ഗ്രാമിന് തുല്യമാണ്. അപ്പൊ നമ്മളത് അത്യാവശ്യം നമുക്ക് ആകെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, നമുക്ക് ഡിമാൻഡ് അക്കൗണ്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്റ്റോക്സ് ചെയ്യുന്ന പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഡിമാൻഡ് അക്കൗണ്ട് വേണം. അതാണ് അതിന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയാനുള്ളത്. പിന്നെ ബാക്കി നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ചാർജസും സംഭവങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ നമുക്കറിയാം ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ വോളറ്റിലിറ്റി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും നമ്മുടെ സ്റ്റോക്ക് ഇടിയുന്ന പോലെ ഒന്നും ഇടിയൊന്നുമില്ല, കൂടുമില്ല പെട്ടെന്ന്. അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾക്ക് ലോങ് ടേമിലാകുമ്പോൾ ഇത് ബെസ്റ്റ് പരിപാടി എന്ന് വേണമെങ്കിൽ പറയട്ടെ. ഞാൻ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്, ഗോൾഡ് ETF-ഉം ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പ് ഞാൻ ചെയ്യുന്ന ഞാൻ എന്ന് വെച്ചാൽ മെയിനായിട്ട് എടുത്ത് കാണിച്ചു തരാറില്ല. എന്ന് വെച്ചാൽ ഗോൾഡ് ETF-ന്റെയും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ RBI നമ്മുടെ സെബിയുടെ റൂൾ ഉണ്ടല്ലോ, നമുക്ക് ഇത് റെക്കമെൻഡും കാര്യം ചെയ്യാൻ പാടില്ല എന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് കാണിച്ചു തരാത്താണ്. ഇപ്പൊ നമുക്ക് ഈ ETF-ന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു. നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്യേണ്ട ഇഷ്യൂസും സംഭവങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഷെയറിന്റെ മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് ആയാലും പറ്റൂട്ടാ. പിന്നെ നമുക്ക് മേക്കിംഗ് ചാർജസോ അങ്ങനെ ചാർജൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഗോൾഡും ചീപ്പറാണ് കേട്ടോ. പിന്നെ ഒരു ട്രാൻസ്പാരൻസി വരുന്നുണ്ട് നമുക്ക് ചാർജസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ചുമ്മാ ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു ETF-ന്റെ കാര്യം പറഞ്ഞല്ലോ. പുതിയ ഈ നമ്മുടെ സ്റ്റോക്സ് IPO വരുന്ന പോലെ തന്നെ നമ്മുടെ ETF-കളും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടൊക്കെ പുതിയത് വരും. ആ സമയത്ത് നിങ്ങൾക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോഴത്തേക്ക് ETF ഒക്കെ അതും ഗോൾഡിലൊക്കെ ആണെങ്കിൽ, ഞാൻ റീസെൻ്റ്ലി അല്ല കുറച്ച് കാലമായി തുടങ്ങിയതാണ് ഒരു ടാറ്റയുടെ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന സാധനമാണ്. ഇതാണ് സംഭവം ഉണ്ട്. ഇത് നമ്മുടെ IND മണി ആപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ആക്ച്വലി ഇത് അവർ ലോഞ്ച് ചെയ്തത് 6 രൂപയ്ക്ക് സംതിങ്, ഒരു യൂണിറ്റിന് 6 രൂപയ്ക്ക്. ഇപ്പോൾ സാധനം 8 രൂപയ്ക്ക് കഴിഞ്ഞു കിട്ടുക. എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇപ്പോൾ ഗോൾഡ് പ്രൈസ് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ഗോൾഡ് കാരണം അനുസരിച്ച് തന്നെയാണ് ഈ ETF-ഉം മ്യൂച്വൽ ഫണ്ടൊക്കെ കയറുക കേട്ടോ യൂണിറ്റിന്. അതേസമയം നോർമലി എല്ലാ ETF-നും ചാർജസ് ഒരു യൂണിറ്റിന് ഒരു 60 രൂപ 65 രൂപയ്ക്കാണ്. ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടാണ് ഇത്രയും കുറവ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടാറ്റയുടെ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. എല്ലാത്തിൻ്റെയും ഉണ്ട്, ആക്സിസ്, HDFC എല്ലാത്തിനും ETF ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാൻഡ് അക്കൗണ്ട് ഏതാണ്, നിങ്ങൾ ആപ്പ് ഉപയോഗിക്കുന്ന ഗ്രോ ആണോ അല്ലെങ്കിൽ ഇപ്പോൾ ഏഞ്ചൽ വൺ ആണോ ഈ IND മണി ആണോ ഏതാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങളുടെ സ്റ്റോക്സിൻ്റെ കറിൽ ETF എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. ETF എന്ന് അടിച്ചാൽ അല്ലെങ്കിൽ ETF എന്ന് അടിച്ചാൽ പറയാം. ഗോൾഡ് ETF എന്ന് അടിക്കണം കേട്ടോ. ETF എന്ന് അടിച്ചാൽ എല്ലാത്തിൻ്റെയും ETF വരും. കണ്ടു, ETF എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരും ICICIന്റെ പ്രൊഡൻഷ്യലിൻ്റെ ETF, അതുപോലെ തന്നെ HDFC, Zerodha ഗോൾഡ്, SBI എല്ലാ സാധനത്തിനും വരും കേട്ടോ. ഗ്രോനൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല നോക്കിയെടുക്കുക. എന്താ വെച്ചാൽ ചാർജസും ഗോൾഡ് ETF-ന് പൊതുവേ ചാർജസും എക്സ്പെൻസേഴ്സും ഒക്കെ കുറവാണ്. അപ്പോൾ നല്ലൊരു പരിപാടി കമ്പാരിറ്റീവ്ലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം ETF-ന് കേട്ടോ. ഇനി നമുക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മുടെ ഈ ഗോൾഡ് ETF-ന് കാര്യം പറയുകയാണെങ്കിൽ അത് അവർ 99.5% ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. 0.5% മാറുക.
പിന്നെ നമുക്ക് എന്തായാലും ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ട് സെക്ഷനിലേക്ക് പോകട്ടെ. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകാം. അത് നിങ്ങൾക്കറിയായിരിക്കും, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മാനേജ്മെൻറ്റ് കമ്പനി ആയിരിക്കും. അത് നമുക്ക് ഈ ഒരു സെക്ടറിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ പറയണമെന്ന് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് സെക്ടറുകളൊക്കെ അവർ ഗോൾഡിലായിരിക്കും ഇൻവെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ആക്ച്വലി എക്സ്പെൻസ് റേഷ്യോ കാര്യങ്ങളൊക്കെ വരും. ETF ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എക്സ്പെൻസ് റേഷ്യോ അതിൻ്റെ അവർ മാനേജ് ചെയ്യാൻ്റെ ചാർജ് അങ്ങനത്തെ ചെറിയ ചാർജുകളൊക്കെ വരും കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഡിജിറ്റൽ ഗോൾഡായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഫിസിക്കൽ ഗോൾഡായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഈ ചാർജുകളൊക്കെ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് അക്കൗണ്ട് വേണ്ട എടുക്കാൻ. നമുക്ക് ആർക്ക് വേണമെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് SIP ആയിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ എമൗണ്ടിന് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മറ്റേ ETF കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റിന് ഒരു ചാർജ് വരും. അപ്പോൾ ആ ഒരു ചാർജ് ആയിരിക്കും നമ്മുടെ മിനിമം എമൗണ്ട് വരിക. അതാണ് ഡിഫറെൻറ്റ് നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുന്ന പോലെ തന്നെ. അതാണ് മെയിനായിട്ട് എന്താ പറയുക പ്രോസും കോൺസും വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ബഡ്ജറ്റ് കൺസേൺ ഉണ്ട്. ബഡ്ജറ്റ് കൺസേൺ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് ഒരു മാസത്തിൽ SIP ആയിട്ട് അല്ലെങ്കിൽ ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് ചെറിയ എമൗണ്ട് വെച്ച് തന്നെ തുടങ്ങാം. പിന്നെ കറക്റ്റായിട്ട് ഇത്ര എമൗണ്ട് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്ക് എന്തായാലും ഡിമാൻഡ് അക്കൗണ്ട് വേണ്ട. അതാണ് മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. ഇപ്പോൾ 2025 ടോപ്പ് 5 ഗോൾഡ് ETF എന്നൊക്കെ പറയുന്നത് റെക്കമെൻഡേഷൻ അല്ല കേട്ടോ. നമ്മുടെ ആക്സിസ് ഗോൾഡ് ETF വരുന്നുണ്ട്, HDFC ഗോൾഡ് ETF വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ 1 year റിട്ടേൺ ഓൾമോസ്റ്റ് 25% വരുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ബാക്കി 5 ടോപ്പ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് 2025 പറയുകയാണെങ്കിൽ നമുക്ക് ക്വാണ്ടം ഗോൾഡ് ഫണ്ട് വരുന്നുണ്ട്, ആദിത്യ ബിർള സൺ ലൈഫ് ഗോൾഡ് ഫണ്ട് വരുന്നുണ്ട്, പിന്നെ നമുക്ക് കോട്ടക്കിൻ്റെ ഗോൾഡ് ഫണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഓൾമോസ്റ്റ് 1 year റിട്ടേണും 25% തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഡിഫറൻസ് വരുന്നത് അവരുടെ ചാർജസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിട്ടേണും ഓൾമോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡായിട്ട് വെക്കണമെന്ന് ഒട്ടേന്നല്ല, കമ്പാരിറ്റീവ്ലി ഫിസിക്കൽ ഗോൾഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷേ നിങ്ങളിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഡിജിറ്റൽ ഗോൾഡിൽ ഇന്ന് കൊണ്ട് ഡിജിറ്റൽ ഗോൾഡ് ഇട്ടു, ഒരു ആഴ്ച പോയിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഇട്ടതിനാട്ടും കുറച്ച് എമൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ പോരാത്തതിന് ഗോൾഡിൻ്റെ പ്രൈസ് പറഞ്ഞാൽ അത് വേറെ. ഇതെന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെല്ലിംഗ് പ്രൈസും ബൈയിങ് പ്രൈസും ഡിഫറൻസിന് ഓൾമോസ്റ്റ് 5% ഡിഫറൻസ് വരും. അപ്പോൾ അവിടെ നഷ്ടം നിങ്ങൾക്ക് വരും. അതുകൊണ്ടാണ് ലോങ് ടേം ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അതിൽ കവറായി പോയിക്കോളും. അതാണ് ഇങ്ങനെ ഇതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക ലോങ് ടേമിലിടെന്ന് പറയണം മെയിൻ കാരണം കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ടാക്സേഷനും വരുന്നുണ്ട്, 2000 ടാക്സേഷൻ വരുന്നുണ്ട്. ഗോൾഡിൽ തന്നെ വരുന്നുണ്ട്, ഫിസിക്കൽ ഗോൾഡായാലും സെല് ചെയ്യുമ്പോൾ ടാക്സ് 15% വരുന്നുണ്ട്. അപ്പോൾ അല്ലാണ്ട് ഇത് എന്ത് വാങ്ങാത്തില്ലായാലും ഇപ്പോൾ ടാക്സ് വരുന്നുണ്ട്, വേറെ കാര്യം. അപ്പോൾ ടാക്സിൻ്റെ കാര്യം പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മൾ മെയിൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പുകളിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഗോൾഡ് ETF ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന് സെലക്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ 3 റെക്കമെൻഡേഷൻ ഒന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഡു യുവർ ഓൺ റിസർച്ച് ആൻഡ് സെലക്ട് യുവർ ഫണ്ട് എന്ന് പറയാനും പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കിത് റെക്കമെൻഡേഷൻ ചെയ്യാൻ പാടില്ലെന്ന് റൂളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ്, ക്വാളിഫയർ ആണ് കേട്ടോ. നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണുന്നവർ കണ്ടുവൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഇതിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യട്ടെ. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പേജ് കൂടെ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത് കാണാം.